അപ്പോൾ ഗൈസ് ഒരു പണിയില്ലാണ്ടിരിക്കുമ്പോൾ സഹല വിളിച്ചിട്ടുണ്ട് അത്യാവശ്യമായിട്ടൊന്ന് ബാങ്കിൻ്റെ ഉള്ളിൽ വരാൻ പറഞ്ഞു. സായിലോണാ പറഞ്ഞു. അപ്പോൾ സായിൽ നമ്മളെ കബളിപ്പിച്ച് സീനുണ്ടെന്ന് അവൻ പറയാതെ പറഞ്ഞ് ഭയങ്കര ക്യൂരിയോസിറ്റി ഇവിടെ കൊണ്ടുവന്നപ്പോൾ പണി നമ്മയൊക്കെ പണിയെടുക്കണം. പക്ഷെ അവൻ ഒരു പണിയെടുക്കാണ്ട് ചിക്കുതായിക്കണ്. പണിയെടുക്കണ പോലെ അഭിനയിച്ചിട്ട് സാലു ഞാൻ മാത്രമാണ് മര്യാദ കടിയെന്ന് പണിയെടുത്തത്. സൽമാനൊക്കെ കഴിക്കുകയെന്ന് പറഞ്ഞാൽ നല്ല സീരിയല്. വീട്ടു സാമാനം പിറക്കല് കായലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. പെർഹെഡ് 2000 ആയിരിക്കും റേറ്റ് വരുന്നത്. അപ്പം 5 പേര് ടീം വന്നിട്ട് വീട്ടിൽ സാമാനം പിറക്കാൻ വിളിക്കണം. അല്ല വീട്ടു സാധനം പിറക്കാൻ റേറ്റ് എത്രയാണ്? വീട്ടു സാമാനല്ല, വീട്ടു സാധനം പിറക്കണ വല്ല ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണം. നമ്മളെ ഭാഷ അങ്ങനത്തെ നമ്മുടെ ചെക്കന്മാരത് ഇങ്ങോട്ട് പണിയുണ്ട് നിർത്ത്. അപ്പൊ നമ്മളാ സബ്സ്ക്രൈബറാണോ? ആണോ? യൂട്യൂബ് ചാനൽ അറിയോ? ഏതാ പേര്? എന്താണ് യൂട്യൂബ് ചാനല? ഇങ്ങോട്ട് വാ. നമ്മുടെ സ്വന്തം മേക്കപ്പ് ആർട്ടിസ്റ്റ്, നമ്മുടെ വീഡിയോ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ അല്ലൂന് അനിയാണ്. രണ്ടും നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, എല്ലാത്തിനും ലൈക്ക് അടിക്കാം. ആണ്. വീഡിയോസ് ഒക്കെ എങ്ങനെയുണ്ട്? നമ്മളോട് ചെറുപ്പപ്രായം അഭിനയിക്കാൻ പറ്റുമോ? അഭിനയിക്കാൻ അറിയോ? അറിയാം. നീ മറ്റേ ഒന്ന് പറഞ്ഞ് ഈ പരമശ 10 മണിക്കുള്ളിൽ ലോഡ് എടുത്തു അവന്ന് അഭിനയിച്ച അന്ന് കാണിക്ക്. അറിയാവുന്ന ഒരു സിനിമ പറഞ്ഞ ആക്ട് ചെയ്ത് കാണിക്ക്. എനിക്കറിയൂല. കാണിക്ക് വെറുതെ ഒരു പാട്ടോട്. എന്താ അറിയാം? കളിക്കറിയോ? ഡാൻസും കളിക്കറിയൂല. ഒരു പെണ്ണിനെ ലൈൻ അടിക്കണ കാണിക്ക്. അതൊരു പെണ്ണാന്ന് കളിക്ക്. അവളൊന്ന് ലൈൻ അടിക്കണ കാണിക്ക്. നിന്നെ കൊള്ളാല. എന്താണ്? അപ്പൊ ചെക്കൻ ഒരു പെണ്ണിനെ എങ്ങനെ വളക്കും, എങ്ങനെ ലൈൻ അടിക്കും എന്നാണ് കാണിക്കാൻ പോണത്. കാണിച്ചേ. ഇതൊരു പെണ്ണാ. ഇങ്ങോട്ട് വളങ്ങോ വണ്ടി വെക്കും. സൈക്കിളൊക്കെ തട്ടുണ്ടോ അവിടെ? തട്ടം എന്തേ? ചെക്കനൊരു പെണ്ണാന്ന് വിചാരിക്കാം. അവളെ നീ ഇഷ്ടം പറയാൻ പോണ പറഞ്ഞേ. സ്നേഹ. എന്താണ് എവിടെ പോണം? കടയിൽ പോണം. കമ്പനി അടിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല. വളക്കണം നീ. എന്താണടി കമ്പനി അടിക്കാന്ന്? വേണ്ടാന്ന്. ഒന്ന് വാ അടിങ്ങോടി. അപ്പൊ സെക്കൻഡ് പൊളി. അപ്പൊ വേറൊരു നിന്റെ പേരെന്താണ്? എന്നെ അറിയോ? പേരെന്താന്നറിയോ? എങ്ങനെ അറിയാം? യൂട്യൂബ് ചാനലാണ്. അപ്പൊ നിനക്ക് എന്താണ് കഴിവുള്ളത്? അഭിനയിക്കാൻ അറിയോ? പിന്നെന്താ അറിയുന്നത്? പാട്ടോടെ ഒരു പാട്ട് ആരും കാണില്ല. കുറച്ച് പിന്നെന്താ അറിയണ? നീ പിന്നെന്താ അറിയണ? പോയം പാടാ അറിയോ? മറ്റേ ഹിന്ദിയിലെ പോയം? ഇല്ല. എത്ര ക്ലാസ് പഠിക്കണം? 8 പഠിക്കുമ്പോ ഫസ്റ്റ് ഒരു പോയം പഠിക്കൂലേ? അതിന്റെ പേരെന്താണ്? സബ്സെ ബഡാ ഷോമാൻ അറിയില്ലേ? എന്താ നീ പഠിക്കാറില്ല? ഏത് സ്കൂളിലാ പഠിക്കാൻ? സാന്റാക്രൂസില്. അപ്പൊ നീ പഠിക്കാറില്ല? മിസ്സിനെ വിളിച്ചു പറയട്ടെ. എന്ത് പറയാ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട്? 2 വാക്ക്. എല്ലാരും ഫോളോ ചെയ്യാ, ലൈക്ക് ചെയ്യാ. നല്ല വീഡിയോസ് ഒക്കെയാണ് ഇടുന്നത്. എല്ലാരും സപ്പോർട്ട് ചെയ്യാ. എന്റെ കണ്ട വീഡിയോസ് ഓർമ്മ ഇത് ബർഗറിന്റെ, പിന്നെ പാർക്കില് ഇരിക്കണ, പാർക്കിലിരുന്നിട്ട് വാലന്റൈൻസ് ഡേന്റെ ഒക്കെ. നിന്റെ വാലന്റൈന്റെ പേര്? വാലന്റൈന്റെ പേര് എന്റെ എനിക്ക് ഇല്ല. 8ാം ക്ലാസ്സിൽ പഠിക്കാൻ എനിക്ക് വാലന്റൈൻ ഇല്ലാന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല. ഇല്ല. ചെക്കന്മാരെ വിളിക്കണം. അവരറിയോ? അവരെ 3 നേരം പേര് കറക്റ്റ് പറ. നിന്നല്ല ഈ ഏറ്റത്തിക്കണ പേര് സാലേ. ഓരോരുത്തർ കൈ വെക്കിട്ടാ. അവന്റെ പേരെന്താണ്? ഏത്? ഇപ്പൊ കൈ വെക്കിയാളുടെ അതിന്റെ അറിഞ്ഞൂടാ. ഇപ്പൊ പേര് വിളിച്ചു മണ്ട. സായില. ഇല്ലല്ല, നീ നമ്മളെ ശരിക്കുള്ള സബ്സ്ക്രൈബർ അല്ലേടാ. നീ പറ തെറ്റിക്കാണ് പറഞ്ഞാല്. പൊക്കളോന് കൈ വെക്ക്. എനിക്കറിയാ പേര്. അവന്റെ പേരെന്താണ്? സാഹിൽ. നീ നമ്മളെ ട്രൂ അല്ലാട്ടാ. ഒരു പാട്ട് പാടാൻ പറ്റുമോ? നമുക്ക് വിഷമാവും. അല്ലെങ്കിൽ എന്റെ സബ്സ്ക്രൈബേഴ്സിന് വിഷമാവും. പാട്ട് പാടാൻ പറ്റുമോ? ഒരു ചെറിയ പാട്ട് നീ അവൾക്ക് പാട്ട് പാടി. നിന്റെ ഒരു വോയിസ് ലീക്ക് ആയിട്ടുണ്ട്. ഞാൻ സ്റ്റോറി ഇടും. 2000 പേര് കാണും. ഒരു പാട്ട് കാക്കേ പാടിയാ മതി. എനിക്കറിയില്ല. ഓ, അവൾക്ക് നീ ഒരു റൊമാൻറ്റിക് പാടാൻ ചെറുതല്ല. ഏതായിരിക്കും?
എനിക്കറിയില്ല. പാടണം മമ്മതേ അയ്യേ മോശമായി പോയിട്ടാ. എനിക്ക് പാട്ടറിയില്ല. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണ്? കുഴിമന്തി. കുഴിമാന്തി. ആ. കുഴിമാന്തി അതെ. പിന്നെ എന്താണ് പരിപാടി? നിന്റെ ചിക്കന് വരുന്നതാണ്? എനിക്കില്ല. ഓ വേറെണ്ടേ ഇല്ലാത്ത നീ അല്ലൂനല്ലേ? ഇല്ല. അല്ലൂനല്ലേ? അതിന് മാറ്റൊന്നുമില്ലല്ലോ. സൻഹ, അതായത് സൻഹാര് എന്താണ്? അപ്പൊ ഗൈസ് നമ്മിനി അപ്പുറത്തെ വീട്ടിലെ വിശേഷങ്ങൾ കാണിച്ചരാ. അപ്പൊ അതുവരെ എത്ര ബൈ. അരിയെല്ലാം അറിയിക്കാൻ വേണ്ടി അടിയിൽ പോയിക്കണ എന്താ എടാ സായില് ഒരു സൈഡ് ഇങ്ങനെ എടാ തേടാ അതൊക്കെ ഇന്നൊന്നുമില്ലല്ലോ അതിന്റെ അകത്ത്. പ്ലാനിങ് ആണ് ഇങ്ങനെ വെറുതെ നിക്കണ സുഹേലി സുഹൈലവിടെ കൈ വെക്കണേണ്ടാ കൈ വെക്കണ്ടെന്ന് തോന്നുന്നു. കൈ വെച്ചു കുറച്ച് ഗ്യാപ്പോട്. അയ്യോ സൂറ്റാൻ പറ്റില്ല അല്ലേ? വെള്ളം വരും കുറച്ച്. അവിടെ എന്തോ കാണിക്കാനടാ. നീ എന്നോട് ഇറങ്ങിയിരുന്നോ? ഒടിച്ചാ ഞാൻ ഇറങ്ങി പോയി ഒടിച്ച് സഹലിന്റെ കസിന്റെ വീട് പ്രാർത്ഥന പോരാ. ഇല്ല വേണ്ടെന്നാ പറഞ്ഞ വലിപ്പ്. വാന്ന് അവിടെ ഓൾറെഡി 4 പേരുണ്ട്. എന്നിട്ടാണ് ഈ വാന്ന് പറയണം. ഈ സിറഞ്ച് കളയാനാണ് ഇതിലുണ്ടായ വലിപ്പിലുണ്ടായതാ. സ്പെക്ക് ഒപ്പിക്കണ ഒരാളാ. നമ്മ എത്തിയേക്കണത് ഇവിടെ ഗുജറാത്തി സ്കൂളിന്റെ അടുത്താണ്. അപ്പൊ നമ്മ ബാങ്ക് മൂല ജംഗ്ഷൻ അവിടെ നിന്ന് വന്ന ഇവിടെ എങ്ങനെയാണ് ഗുജറാത്തി സ്കൂളോടാ വീട്. ഇതിന്റെ പൊക്കത്താണ്. സാലോടെ പോണേ സാധനം പറക്കല് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പറക്കിനോടത് വന്ന അഭിനയമാണ്. മാറി പരിപാടി ഗംഭീരമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിള്ളേരെ സെക്ഷനാണ് പറഞ്ഞു. പിള്ളേരാണ് ചെറിയ സാധനമാണ്. ഞാൻ കേട്ടണമെന്ന് വെച്ചാൽ വലിയ വലിയ അലമാര വലിയ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് വീട്ടു സാധനങ്ങൾ പിറക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സായിലിന്റെ അക്കൗണ്ടിലേക്ക് DM ചെയ്യുക. സായിൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണമായിരിക്കും, നാളെ അറേഞ്ച് ചെയ്യണമായിരിക്കും. എത്ര ദൂരമോ എത്ര ഓൾ കേരള വീട്ടു സാധനം സൽമാന്. പക്ഷെ പേയ്മെന്റ് ഒരു 25,000 രൂപ ഒരാൾക്ക് 2.5. 25,000 കൊണ്ട് ഹോട്ടല് ട്രാവൽ എക്സ്പെൻസ് അടക്കം. എറണാകുളത്തിന്റെ പുറത്ത്. എറണാകുളത്തിന്റെ അകത്താണെങ്കിൽ ആളൊന്ന് 2,000 രൂപ. പക്ഷെ 2 മണിക്കുള്ളിൽ തീർന്ന അത്രയും സാധനം ഉണ്ടാകാൻ പാടുള്ളൂ. എത്ര പേര് വേണോ? ഇപ്പൊ 10 പേര് വിളിച്ചാൽ അത്രയും ഫാസ്റ്റ് ആവും. 5 പേര് വിളിച്ചാൽ അത്രയും സ്ലോ ആവും. അപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം ഫാസ്റ്റ് ആയിട്ട് ഡീല്. എന്റെ വീട് ഒരു ദിവസം ഷിഫ്റ്റ് ഓർമ്മിടാ 5 മിനിറ്റിന് ഇഷ്ടമുള്ള എന്റെ വീട്ടുകാരൊക്കെ പറക്കാൻ വന്ന വീട്ടുകാർക്ക് ഇങ്ങനെ ഇരിക്കണം. നമ്മൾ വീട്ടുകാരൊക്കെ അല്ലേ അങ്ങനത്തെ ഒരു സീനൊക്കെയാണ്. അപ്പൊ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിഗംഭീരമായിട്ട്. ഇനി നാസ്താക്കൽ പരിപാടി ഒന്ന് പ്രതീക്ഷിക്കുക. ഉണ്ടെങ്കിൽ നമ്മ അവിടെ വെച്ച് കാണാം. അപ്പൊ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. എന്താണ് നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ ഏറ്റവും അവസാനത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് അടിയാണ്. എല്ലാ നാട്ടിലുണ്ടാവും വെറുതെ വന്ന് കുമ്മനടിച്ച് നിന്നിട്ട് ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ വരുമ്പോ വീട്ടിൽ പോവാണ്ട് വന്നാള്. അയാളാണ് ഇപ്പൊ ക്യാമറ അടിച്ചോണ്ടിരിക്കുന്നത് അല്ലേ. കൈക്ക് വയ്യാത്തോണ്ടാണെന്നൊക്കെ പറയണം. പക്ഷേ കോളേജിൽ ഇറങ്ങിയ വീഡിയോ ഉണ്ടല്ല, ട്രിപ്പിൾ അടിച്ചിട്ട് ബാക്കില് ഇങ്ങനെ സ്പീക്കർ അടിച്ചോണ്ട് വിഷ്വൽ ഞാൻ കണ്ടായിട്ട് തോന്നി. എനിക്ക് ഉറപ്പില്ല എന്റെ ഞാൻ കണ്ടാണോ മനസ്സിലായ. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയാണ്.
കുറച്ച് ലേറ്റ് ആവും. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് എല്ലായിടത്തും ഇങ്ങനെ ഒരു മാമ മെയിൻ കളിക്കുന്ന മാമ, അതാണ് ഈ മാമ കാണിച്ചിട്ട്. പിന്നെ പണിയെടുത്തിട്ട് വെറുതെ നിന്നാ വേർക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെ വേർത്ത് കൂടുതൽ പണിയെടുത്തെന്ന് സ്വയം പറഞ്ഞ ആളാണ് പുള്ളി. ഞാൻ പറഞ്ഞില്ല ഞാൻ പണിയെടുത്തു, ഞാൻ കുറച്ച് പണിയെടുത്തിട്ടുള്ളൂ. പണിയെടുത്തതാണ് സഹലും സായലും ഏറ്റവും കൂടുതൽ വേർത്തേണ്ടത് സഹലിനെയാണ്. സഹലാണ് കുറച്ചുകൂടി കളിക്കേണ്ടത്. ചിക്കു എടുത്ത് കൈ വെച്ച്, ചിക്കു എല്ലായിടത്തും കൈ വെച്ച് അറിയാം, എല്ലായിടത്തും കൈ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയണ്ട്, ബ്ലോഗാവുന്ന നിങ്ങൾക്ക് മനസ്സിലാവും, അതൊക്കെ കാണാൻ. നമുക്ക് അപ്പൊ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടി അഞ്ചാമത്തെ വ്ളോഗാണ്. അപ്പൊ മുമ്പത്തെ വ്ളോഗ് കണ്ടെന്ന് വിശ്വസിക്കണം. അപ്പൊ എല്ലാവരും നമ്മളെ കമന്റ്സിൽ എന്ത് ചെയ്യാ, നമ്മളെ തെറ്റും കുറ്റങ്ങളും പിന്നെ എന്തൊക്കെ ഇമ്പ്രൂവ് ആക്കണമെന്ന് പറയാം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വ്ളോഗായിട്ട് വരുന്നവര് നമ്മൾ പണ്ടൊരു സംഭവം പറയുന്നത് കണ്ടുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.